ഹലോ നമസ്കാരം, എൻ്റെ പേര് വിനയ് മോഹൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബെർണാഡിൻ്റെ പടിഞ്ഞാറ് വശം അല്ലേ, ഹൈവേയുടെ പടിഞ്ഞാറ് വശത്തായിട്ടൊരു ചെറിയൊരു തട്ടുകടയുണ്ട്. ഇവിടെ ഒരു പുള്ളിക്കാരൻ വർഷങ്ങളായിട്ട് പൊരിക്കട നടത്തുന്നുണ്ട്. അപ്പം അപ്പോൾ അതൊന്ന് പരിചയം നിങ്ങളുടെ അടുത്ത് വന്നത്. ചേട്ടാ പൊരിക്കുവാണോ? മുളക് വട പൊഴിക്കാൻ പോണ്. എവിടെ എങ്ങനെയൊക്കെ റേറ്റ് ഒക്കെ? പഴമ്പഴിക്ക് 10 വിലക്കൂടിയുണ്ട്, 10 രൂപയ്ക്ക്. പിന്നെ ബാക്കിയെല്ലാം 6 രൂപ. 6 രൂപ. ചായ 10 രൂപ. ഇത് നമ്മുടെ ബെർണാഡ് ജംഗ്ഷന്റെ പടിഞ്ഞാറ് വശം അല്ലേ? ഇത് ചേട്ടന് എത്ര ആളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? 3-4 വർഷമായി. കൊറോണ സമയത്ത് മറ്റേ ഈ പറയുന്ന ബി ജെ പിയുടെ ഇതും ചേട്ടൻ്റെ ആദ്യം കടയായിരുന്നു, ശാഖയായത്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ്, ചെറിയൊരു തറപ്പോളം വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പിന്നെ വർഷങ്ങളായിട്ട് നടന്നതാണ്. അപ്പോൾ കെമിക്കലും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. മറ്റേ കടിക്കൊക്കെ 8 രൂപ, 7 രൂപ, 10 രൂപ. ഇവിടെ പഴംപൊരിക്ക് മാത്രമാണ് 10 രൂപ. ബാക്കി എല്ലാത്തിനും 6 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഒന്ന് കാണിക്കാമെന്ന് എഴുതി വന്നാണ്. അപ്പം ഇത് പുള്ളിക്കാരൻ എത്ര വർഷമായിട്ടാ ഇന്ന്? 4 വർഷമായിട്ട് ഈ കട നടത്തുവാണ്. ഒരു കെമിക്കലും യൂസ് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എന്നാൽ പുള്ളി തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഇവിടെ പുള്ളി വിൽക്കുന്നത്. വേറെ ആരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒറ്റയ്ക്കാണ് വന്ന് ചെയ്യുന്നത്. പുള്ളിയുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം പുള്ളി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ ഇപ്പോൾ ഒന്ന് പൊരിച്ച് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പൊരിച്ചൊന്ന് കണ്ടു നോക്കാം. ഒരു സവാള വടയാണെന്ന് തോന്നുന്നു. മുളക് വട ഒന്ന് പൊരിച്ച് കാണിക്കാൻ പറ്റുമോ ഇപ്പോൾ? ഓക്കെ. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുക. അതെല്ലാം വീർത്ത് തന്നിട്ടുണ്ടല്ലേ. നമ്മളിപ്പോൾ സവാളോടെ ഉണ്ടാക്കുന്നത്. ഗോൾഡൻ കളറാണ്. ക്ഷമയോടെ കാത്തിരിക്കുന്ന ചേട്ടൻ. പിന്നെ 5000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ കോടീശ്വരനായതിന്. വേറെ ആരുണ്ട്? എനിക്ക് പിന്നെ ഒരു ചാൻസ് വന്നാണ്, ഞാൻ വിട്ടോളാം. ഞാൻ സിനിമയിലൂടെയൊക്കെ ചാൻസ് വന്നല്ലേ? യൂട്യൂബറായിരുന്നു കൊണ്ടുപോയി. സിനിമയിലെടുത്ത് എല്ലാരും അറിയട്ടെ എന്ന് വെച്ച്. അപ്പൊ ഇതുവഴി ആരെങ്കിലും പോവാണെങ്കിലേ ധൈര്യമായിട്ട് കയറി കഴിക്കല്ല. ഇതൊക്കെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് കേട്ടോ. രാവിലെ 4 മണിക്ക് ഈ നിപ്പ് തുടങ്ങുന്നതാ, 3:30. ഇനി വൈകുന്നേരം 6 മണി വരെ ഇതേ നിപ്പാണ്. രാവിലെ തന്നെ ചായ കുടിക്കാനായിട്ടൊരു 19 പേര് എന്തായാലും കാണുള്ളൂ. സ്ഥിരം കസ്റ്റമേഴ്സ്. പുള്ളിക്കാരൻ എത്ര വർഷമായിട്ടുണ്ടാവും ചേട്ടാ പുള്ളിക്കാരൻ തുടങ്ങിയിട്ട്? ഒരു 3 വർഷം. കൊറോണ സമയത്ത് തുടങ്ങി. കൊഞ്ചേരി കമ്പനി പൂട്ടിപ്പോയി. പിന്നെ ഷാപ്പിൽ നിന്നു സൂപ്പർവൈസറായി. പിന്നെ പാലക്കാട് അവിടെ ഒരു ചേച്ചിയായിട്ട് പ്രേമിച്ച്
ഞാനെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ആ വട ഒരു ഇച്ചിരി കഴിയുമ്പോൾ ഒരെണ്ണം കഴിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ കഴിക്കത്തില്ല, നാക്കുള്ളു. എനിക്കൊരു ചായ വേണേ. എവിടെയാ വീട്? ഇത് നമ്മുടെ പിന്നെ വീരേക്കറ അവര് ഇതിന്റെ പരിപാടി തന്നെ. എന്താ ഈ പിന്നെ ടീം അവിടെ പോയത്. ആ ഇല്ല, അറിയത്തില്ല. അല്ല, ചേട്ടനെ സിനിമയിൽ നിന്ന് വിളിച്ചാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ റെക്കോർഡഡ് ആട്ടാ, ഞാൻ ഇതുപോലെ തന്നെ ഇടുന്നു. എന്നിട്ട് ചേട്ടന് പൈസ കൊടുത്തെന്ന് പറഞ്ഞു. 2000 രൂപ ഏതാണ്ട് കൊടുത്തത്. 5000 രൂപ കൊടുത്തു ചേട്ടന്. അത് അർത്തിങ്കൽ അവരുടെ പരിപാടി. ഒരു യൂട്യൂബറായിരുന്നു കേട്ടോ. അതിന്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടതാണ്. ഞാനിതുപോലെ കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ ഉദയം ചേട്ടനാണ് പൈസ മേടിക്കുന്നത്. ഞാൻ അവനോട് ഒന്ന് പറയുകയും ചെയ്യും. അറിയപ്പെടുന്ന പേരിനെ സ്വാമി അറിയപ്പെടുന്ന നശിപ്പിച്ച്. ചില മനുഷ്യരുണ്ടല്ലോ നല്ലത് പറയാനും ചീത്തത് പറയാനും വരുന്നത്. അതാ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ കൂടുതൽ പറയത്തില്ലേ, കൗണ്ടർ അടിക്കത്തില്ലേ, പുള്ളി കൂട്ടുകാരനെ. അതെ അതെ അതെ, ഞങ്ങളെല്ലാരും സഹോദരന്മാരാ. ഈ ഒറ്റ സുഹൃത്തുക്കൾ മാത്രമേ ഈ കൂടെ വന്ന് കൗണ്ടർ അടിക്കുന്ന പരിപാടി. അത് പുള്ളി പറഞ്ഞു എന്തുവാ, പറഞ്ഞു. ഇത് നിക്ലോക്സ് വല്ലതും കാണുവാണെങ്കിൽ ചിലപ്പോ പുതിയ കട ഇട്ട് തരും കേട്ടാ. കടയെന്ന് പറഞ്ഞ പരിപാടി നമ്മൾ നടത്തുന്ന പരിപാടി നമ്മള് ഇപ്പം വിജയം കണ്ടത്. ജീവിതം തുടങ്ങി കാര്യങ്ങൾ പിടിച്ചിരിക്കണം. കൊറോണ സമയത്താണെങ്കിൽ ഒരുപാട് ജാഗ്രത ഇവിടെ കച്ചവടം നടത്തിവിടാം. വിട്ടില്ല, കാരണം ജീവിതത്തിന്റെ ഒരു മിനിറ്റ് നോക്ക്. ഡണ്ണാണ്. മൈക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലേ, റിച്ച്. തങ്കച്ചാ നമ്മളെ കൗണ്ടർ വിദഗ്ധനെ ഒന്ന് കണ്ടേച്ചോ, എല്ലാരും ഒന്ന് കണ്ടു. ഒന്ന് കാണിച്ച്. കണ്ട, ഇതാണ് കൗണ്ടർ വിദഗ്ധൻ. കുറെ കൗണ്ടറുകൾക്ക് ശേഷം നമ്മുടെ വട റെഡി ആയിരിക്കുകയാണ് അല്ലേട്ടാ. എത്ര? 8 രൂപ? 6 രൂപ. ഒരു സാധനം ചെയ്തില്ല. ഈ പിന്നെ തൈര് മാത്രം. തൈര് എന്തൊക്കെയാ? തൈര്, മൈദ, സവോള, പിന്നെ ഇഞ്ചി, പച്ചമുളക്. അത് ശരി. ഇതിപ്പോ ആരാ ഉണ്ടാക്കുന്നത്? കഴിക്കുന്ന ഞങ്ങളല്ലേ. അല്ല, ഞാൻ ഗേറ്റടച്ചോണ്ട് പ്രതീക്ഷിക്കുക, കസ്റ്റമറാണെന്ന് പ്രതീക്ഷിക്കുക. അല്ല, ഞാനിത് കഴിച്ചിട്ട് പോണാണ്. അല്ല, അതാ ചോദിച്ചേ. ഈ സമയത്താണ് അത് കഴിക്കേണ്ടത്. ഒഴിവാസി എന്ന് ഞാൻ അങ്ങനെ കഴിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ടല്ലേ? ഇതിലൊന്നും മിച്ചം വരത്തൊന്നുമില്ല. അഥവാ മിച്ചം വരത്തില്ല. ബോണ്ട വെച്ചേക്ക് രാവിലെ. ബോണ്ട മറ്റേ ഉണ്ടയില്ലേ, അതിനാവശ്യക്കാർ രാവിലെ ഉണ്ട്. അത് ശരി. അപ്പോ ചേട്ടന് വരുന്നതായിരുന്നു കേട്ടോ. ഉദയൻ ചേട്ടന്റെ കടയിൽ ആരെങ്കിലും കലൂരിൽ നിന്ന് എന്താ അവിടുന്ന് പടിഞ്ഞോട്ട് വരുന്നതാണ് ഉണ്ട്. ബെർണാഡ് ജംഗ്ഷൻ പുറത്തു നിന്നുള്ളവർക്ക് അറിയാം. അപ്പൊ പുറത്തു നിന്നുള്ളവർക്ക് ഇപ്പൊ ആലപ്പുഴയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ബെർണാഡ് ജംഗ്ഷൻ പറയാം. കലൂരല്ല പറയാം, ബെർണാഡ് ജംഗ്ഷനിൽ പടിഞ്ഞോട്ട്. ഐക്യ ജംഗ്ഷനിലോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു കൊച്ചു കട കാണാം. അപ്പോൾ ഉദയൻ സ്വാമിയുടെ കടയിലോട്ട് വരേണ്ടവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 രൂപയ്ക്ക് സവാള വടയും 10 രൂപയ്ക്ക് ചായയും കുടിച്ച് ലാവിഷായിട്ട് പോകാം എന്ന് ഉദയൻ ചേട്ടനോടൊപ്പം വിനയോഹൻ. ഇതുവരെ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇതുവരെ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇവര് ന്യായ വിളിച്ചു എന്റെ കുട്ടിയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. 2 ഇത് മൊബൈലുകൾ ഞാൻ പോലും അറിയുന്നില്ല. ഇത് സിനിമയാ. ഇത് മിക്കവാറും ഒരു മറ്റേ 3 മണിക്കൂറത്തെ സിനിമ ഇട്ടിടേണ്ടി വരും.
അത് രണ്ടുപേർക്ക് ക്ലോസപ്പ് ഷോട്ടും കൊടുത്തിട്ടുണ്ട്. കഴിച്ചോ കഴിച്ചോ, ഞാൻ കഴിക്കാം. ചൂട് പടം കഴിച്ചു നോക്കും. ഈശ്വരാ, എന്റെ നാക്ക്. അങ്ങനെ എടുക്കില്ല. ചൂടോടെ വേണം കഴിക്കാൻ, എന്നാലേ അതിന്റെ സുഖം കിട്ടുള്ളൂ. അല്ല പോട്ട് വന്നത് കൈ കാണിച്ചിട്ട് പോയില്ലേ, നേരത്തെ മഴയില്ലേ. നല്ല ബോണ്ടയാണ്. അപ്പം 6 രൂപയാണ് ഈ ബോണ്ടയുടെ ഉണ്ടോ. ഒരു മായവും ഇല്ല. തൈര്, ഗോതമ്പ്, വേപ്പില, പിന്നെ എന്തോട്ടാ സവോള, പച്ചമുളക്, ഇഞ്ചി. പക്ഷെ സവോള എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടാ. ഇതാണ് സാധനം 6 രൂപയുടെ. നല്ല ക്വാളിറ്റിയാണ്. ചായ അത്യാവശ്യം നല്ല ചായയാണ്. ഇതുവഴി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചേട്ടൻ്റെ കടയിൽ കൂടെ നമുക്ക് കയറി നോക്കാം. ആ, ബെർണാഡ് ജംഗ്ഷൻ്റെ പടിഞ്ഞാറ് ഐക്യ ജംഗ്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് ഈ കടയിൽ നിന്നൊരു സന്തോഷം. ഏതായാലും ഇത് കഴിച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഫുഡ് പോയ്സണും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി.